ചോദിച്ചത്. അതായത് ഒരു തിരി ഒരു ദീപം. എണ്ണ പൂർണ്ണമായിരുന്നില്ല, നേരത്തെ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒഴിച്ചേ. പൂർണ്ണം സ്നേഹ പൂർണ്ണം. പറയാം, പരസ്പര അഭിപ്രായ ഭിന്നതകൾ കഴിയുന്നതും ഒഴിവാക്കണം. നമ്മൾ പറയുമ്പോഴേ ഒരു വ്യക്തി ഒരു വിഷയം അവതരിപ്പിക്കുന്നത് തെറ്റില്ല, അതെന്താണെന്ന് വ്യക്തമായി അവതരിപ്പിക്കണം. കാര്യം ഇവിടെ കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു പ്രശ്നമാണ്. അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ചില ഭാഷ നിങ്ങളുടെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം എടുത്ത് ചോദിച്ചു. കാര്യം എനിക്ക് മലയാളമാണ്, നിങ്ങളൊക്കെ തമിഴായിരിക്കാം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മലയാളം പറയുമ്പോൾ വ്യക്തത വന്നില്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണമെന്ന് പറയണം. അതുള്ള സമയം നമ്മൾ തരും കേട്ടോ. എല്ലാം ഇപ്പം 11:24 പ്രശ്നം തുടങ്ങി. ഇനി എത്ര മണിക്ക് തീരുമെന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കും കേട്ടോ. ഭഗവാനാണ് നിശ്ചയിക്കുന്നത്, ഞാനല്ല. ഞാൻ പെട്ടെന്ന് പ്രശ്നം പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല. പെട്ടെന്ന് പ്രശ്നം പറഞ്ഞ് എഴിച്ച് പോകില്ല. കാര്യം എന്തുകൊണ്ടെന്നാൽ ഓട്ടിച്ചിട്ട് പ്രശ്നം പറഞ്ഞ് ഓരോ ഭാഗത്ത് നിന്ന് എന്നെ പോകും കേട്ടോ. ചിലപ്പം രാത്രി 10 മണിയോ 12 മണിയോ 1 മണിയൊക്കെ ആയിരിക്കും. ഞാൻ തീർന്നിട്ട് എഴുതിയത്. അത് ആദ്യം പറയാം. പ്രശ്നം 11:24 തുടങ്ങി. സമയമായിട്ടൊന്ന് പറഞ്ഞിരുന്ന് പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറാകണം. അതിനെ പറയാം. നമുക്ക് ഒരു പ്രശ്നം ആരംഭിക്കുന്നത് ഈ 11:24 ഇന്നത്തെ സമയമല്ല. പ്രശ്നം ആരംഭിക്കുന്നത് എന്നാണോ ദൈവജ്ഞനെ നിങ്ങൾ കാണാൻ വന്നത്, ഈ ക്ഷേത്രത്തിലെ അഷ്ടമംഗലം പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താണോ ക്ഷണിക്കാൻ വന്നത്, അന്നാണ് പ്രശ്നത്തിൻ്റെ പ്രാരംഭം. അതാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എങ്കിലും പറയേണ്ടുന്ന, കാണേണ്ടുന്ന, കണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് പൂർണ്ണമാക്കുന്നത് ജയിച്ചു പോകാൻ പറ്റും. നമ്മളെ പറ്റിക്കാൻ പറ്റും, ഭഗവാനെ എനിക്ക് പറ്റിക്കാൻ പറ്റും. അതാണ് ആദ്യമേ ഞാൻ ആ വിഷയം പറയേണ്ടത്. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ പ്രമാണസഹിതം കണ്ടുകൊണ്ട് ആ ഫലം പറയുള്ളൂ. ഊഹാപോഹങ്ങൾ വച്ചുകൊണ്ട് ഞാൻ ഫലം പറയില്ല എന്നതും ആദ്യമേ തന്നെ ഞാൻ പറയും കേട്ടോ. ഊഹാപോഹമല്ല. ഒരു വിഷയം പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കും, അല്ല വെറുതെ കണ്ട് പറയുന്നതല്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ അഷ്ടമംഗല പ്രശ്നം 1200 ആണ്ട് മേടമാസം 28-ാം തീയതി 2025 മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രവും ശുക്ലപക്ഷ ചതുർദശിയും സുരഭികരണവും വ്യതിപാദം നാമചന്ദ്രാർത്ഥികൾക്കും കൂടിയ ദിനെ അന്ന് 11:24 മിനിറ്റായപ്പോഴേക്കും കുഞ്ഞ് ചിങ്ങൻ രാശിയിൽ സ്വർണം കൊണ്ട് വയ്ക്കുകയുണ്ടായി. 11:24 ആയപ്പോൾ കുഞ്ഞ് എവിടെ വെച്ചു? ചിങ്ങരാശിയിലേക്ക്. അന്ന് ഉദയം എന്ന് പറയുന്നത് നമുക്ക് 11:24 ഉദയരാശിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 11:24 ഉദയരാശി കർക്കിടക രാശിയാണ് ഉദയം. അപ്പോൾ സ്വർണ്ണാരൂഢം ചിങ്ങം. തത്സമയം അതായത് 11:24 ഉദിച്ച രാശി കർക്കിടകമാണ്. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ സൂക്ഷ്മാംശകം അംശകാരൂഢം തുലാമാണ്. എഴുതി വെച്ചോളൂ. അംശകാരൂഢം തുലാം. അതായത് ഉദയം കർക്കിടകം, അംശകലഗ്നം എന്ന് പറയുന്നത് തുലാം, ആരൂഢ ലഗ്നാംശ ഛത്ര. അപ്പൊ നമുക്കൊരു ഛത്രരാശി വേണം. സൂര്യന്റെ സൂര്യന്റെ ചലനം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ രാശിസ്ഥിതി അനുസരിച്ചിട്ട് നമുക്കൊരു ഛത്രാരൂഢം പ്രധാനമായിട്ട് വരും. ഛത്രരാശി മേടമാണ് കേട്ടോ.
ആരൂഢ കുതേ അത് വേദിഭവന